ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പ്രകോപനത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. രാജസ്ഥാനിലെ ജയ്സാൽമീർ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സായുധ സേന എപ്പോഴും സജ്ജരായിരിക്കണം. 2047ഓടെ ഭാരതത്തെ വികസിതവും സ്വാശ്രയവുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. നമ്മുടെ സൈനികർ അതിർത്തികളുടെ സംരക്ഷകർ മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വഴികാട്ടികൾ കൂടിയാണ്. ഈ നൂറ്റാണ്ട് നമ്മുടേതാണ്, ഭാവി നമ്മുടേതാണ്. ഭാരത സൈന്യം ലോകത്തിലെ ഏറ്റവും മികവുറ്റ സൈന്യമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈൽ 2 വർഷത്തിനുള്ളിൽ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ പരീക്ഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ വെല്ലാനായി 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്ത-4 മിസൈൽ പരീക്ഷിച്ചതായാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഈ പൊള്ളയായ അവകാശവാദങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിലെ വിരമിച്ച മേജർ ജനറൽ രാജൻ കൊച്ചാർ ഉചിതമായ മറുപടി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ആവശ്യമില്ല എന്നും 250 മുതൽ 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മോസ് 800 പരീക്ഷണം ചൈനയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നും രാജൻ കൊച്ചാർ പറഞ്ഞു. സെപ്റ്റംബർ 30-ന് പാകിസ്ഥാൻ 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്ത-4 മിസൈൽ പരീക്ഷിച്ചു. ഒക്ടോബർ 20-ന് ഇന്ത്യ ബ്രഹ്മോസ് 800 മിസൈൽ പരീക്ഷിച്ചു. പാകിസ്ഥാൻ്റെ നടപടികൾക്ക് മറുപടിയാണോ ഇന്ത്യ ഈ പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് പാകിസ്ഥാൻ വിദഗ്ധനായ ഖമർ ചീമ ചോദിച്ചു. മേജർ ജനറൽ ചീമ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഇടയ്ക്കിടെ ഫത്ത ഷഹീൻ 3 മിസൈലുകൾ പരീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഇന്ത്യയെ കാണിക്കുന്നു. ഞങ്ങൾക്ക് 2750 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉപയോഗിച്ച് വരെ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. പക്ഷേ അതൊന്നും പാകിസ്ഥാന് ആവശ്യമില്ല. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരവാദവുമായി ഇന്ത്യയെ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? ഇതിന് നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ഇന്ത്യക്ക് നൽകാത്തത് എന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്.